ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ ടേം 2 അല്ലേ, ടേം 2 അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ എക്സാം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സെക്ഷൻ എയിൽ എന്താണെന്ന് നോക്കിയാൽ ദിസ് സെക്ഷൻ ഹാസ് 4 ക്വസ്റ്റ്യൻസ്. ഇതിലെന്താണ് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ എന്താണ് ഇതിന് എത്രയാണ് ക്വസ്റ്റ്യനും ഒരു മാർക്കാണ്. സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കാനാണ് പറഞ്ഞു കേട്ടോ. നോക്കൂ, if the perpendicular bisector of a chord AB cuts the chord at M and passes through the center O, which of the following statements is false? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ആ കോഡ് എ ബിയിലൂടെ ഒരു എന്താണ് സെൻറ്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എന്താണ് എ ബിയിൽ കട്ട് ചെയ്തു അല്ലേ, അത് എം എന്ന് കൊടുത്തു. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതാ ഫാൾസ് എന്ന് വെച്ചത്. ആംഗിൾ ഒ എം എ = 90 ഡിഗ്രി. ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താക്കുക, അത് വരച്ച് നോക്കുക ഒരു സർക്കിൾ നോക്കൂ. അപ്പോൾ നമുക്കൊരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, എ ബി കോഡ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് എന്താക്കുക, ഒരു എ ബിയിലേക്ക് എം പാസ് എന്താണ് ഒരു പോയിന്റ് ഒന്നില്ലേ കോഡിലേക്ക്. അപ്പോൾ എം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇവിടെ തന്ന ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയത്, അതിൽ ഏതാ തെറ്റെന്ന് ചോദിച്ചത്. ആംഗിൾ ഒ എം എ. ആംഗിൾ ഒ എം എ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒ എം എ എന്ന് പറയുന്നതാണ് ഒ എം എ. ഇത് അല്ലേ, ഇത് എത്രയാണ് 90 ഡിഗ്രി. ഇത് ശരിയാണ് അല്ലേ, ഇത് 90 ഡിഗ്രി തന്നെ. നെക്സ്റ്റ് നോക്കൂ, എ എം = എം ബി. ഇതാണ് എ എം = എം ബി. അത് കറക്റ്റാണ് അല്ലേ, അത് ശരിയാണ്. അത് രണ്ടും ഈക്വൽ തന്നെ ആയിരിക്കും അല്ലേ. ദെൻ അടുത്ത് ഒ എ = ഒ ബി. ഏതാണ് അതിൻ്റെ റേഡിയസ് അല്ലേ, ഒ എ = ഒ ബി ആണ്, റേഡിയസ് ആണല്ലോ രണ്ടും, അതും ശരിയാണ്. അടുത്ത എന്താ ഒ എം = എ ബി. ഒ എം = എ ബി. അത് ശരിയാണോ, അത് ശരിയല്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റുള്ള ഏതാണ്, ഡി ആണ് അല്ലേ, ഒ എം = എ ബി ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ദ ഡെസിമൽ ഫോം ഓഫ് 1/7 ഈസ് ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് 0.14285 എക്സെട്ര. വാട്ട് ഇസ് ദ ഡിജിറ്റ് ഓഫ് 8th ഡെസിമൽ പ്ലേസ്. 8ാമത്തെ ഡെസിമൽ പ്ലേസ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് 8ാമത്തെ ഡെസിമൽ പ്ലേസ്, ഏതാ 8ാമത്തെ ഡെസിമൽ പ്ലേസ്? 4 ആയിരിക്കും കേട്ടോ. എന്താണ് റിപ്പീറ്റിംഗ് ബ്ലോക്ക് 1428576 6 ഡിജിറ്റ് ആണ് അല്ലേ. അപ്പോൾ 8/6 എത്രയാണ് വരുന്നത്, ഗീവ്സ് റിമൈൻഡർ 2 ആയിരിക്കും. സെക്കൻഡ് ഡിജിറ്റ് ഓഫ് ദ ബ്ലോക്ക് എത്രയാണ് ഇപ്പോൾ വരിക, 4 ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1/7 ചെയ്ത് നോക്കുക, എന്നിട്ട് കണ്ടാലും മതി അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 10 ആൻഡ് ദ ഡിഫറൻസ് ഈസ് -2. എന്താണ് രണ്ട് നമ്പർ അല്ലേ, അതിൻ്റെ സമ്മ്, രണ്ട് നമ്പറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 10ഉം അതിൻ്റെ ഡിഫറൻസ് -2 ആയിരിക്കും. വാട്ട് ആർ ദ നമ്പേഴ്സ്? 6 and 4 ആണോ? 6 + 4 10 ആണ്. 6 - 4 എന്താണ്, 2 ആണ്, +2 അല്ലേ. അപ്പോൾ അത് പറ്റൂല. ഇനി 4 and 6 ആണ് നോക്കാം. 4 + 6 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. പിന്നെ 4 - 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -2 ആണ് അല്ലേ. അപ്പോൾ അതാണ് ശരി അല്ലേ. ഇനി ഇതിൽ നോക്ക്, സി നോക്ക്, 6 + -4 എന്ന് പറഞ്ഞാൽ 2 ആണ്, തെറ്റാണ്, പറ്റൂല. 4 + 8 എന്ന് പറഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആൻസർ ഏതാണ്, മൂന്നാമത്തേൻ്റെത് ബി ആണ് കേട്ടോ. 4 and 6 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ദ നോക്കൂ, ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഡബിൾഡ്. എന്താണ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഡബിൾ ആക്കുക, ദ ഏരിയ ബിക്കംസ് എന്താവും. അപ്പം സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഡബിൾഡ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്തായി വരും, ഡബിൾഡ് ആണോ, ട്രിപ്പിൾഡ് ആണോ, ക്വാഡ്രിപ്പിൾഡ് ആണോ, ഹാഫ്ഡ് ആണോ? ക്വാഡ്രിപ്പിൾഡ് ആണ് വരിക അല്ലേ. നോക്കിയേ, ഇഫ് സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ഫാക്ടർ കെ ആണ് ജസ്റ്റ് ഹിയർ k = 2 ആണെങ്കിൽ ഏരിയ എന്തായിരിക്കും, k² ആയിരിക്കും അല്ലേ. അപ്പോൾ 2² = 4 അല്ലേ. അപ്പോൾ ദ ഏരിയ ബിക്കംസ് എന്താണ്, 4 times ദ ഒറിജിനൽ അല്ലേ. അപ്പോൾ ക്വാഡ്രിപ്പിൾഡ് ആണ് നമുക്ക് വരിക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, സെക്ഷൻ ബി ആണ്. ദിസ് സെക്ഷൻ ഹാസ് 4 questions ഓഫ് സ്കോർ 2 each കേട്ടോ. പ്രൂവ് ദാറ്റ് നെഗറ്റീവ് ഓഫ് x - y is equal to y - x യൂസിങ് ദ നമ്പേഴ്സ് x = 5ഉം y = 8 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ LHS = നമുക്ക് എന്താക്കുക, ഇങ്ങനെ ചെയ്താൽ അല്ലേ, -5 - 8 എക്സിന് 5ഉം വൈക്ക് എന്താണ് -8ഉം അല്ല കൊടുത്തിരിക്കുന്നത് അല്ല, ഇങ്ങനെയല്ല കൊടുത്തത്. x = 5ഉം y = 8ഉം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, എന്താണ് -x - y അല്ലേ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 5ഉം അതിൻ്റെ സ്ഥാനത്ത് 8ഉം ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക, ഈ നെഗറ്റീവോടെ ഇത് അല്ലേ, എന്നിട്ട് ഉള്ളിലത്തെ ബ്രാക്കറ്റിനുള്ളിലുള്ള എപ്പോഴും ചെയ്യുക ആദ്യം കേട്ടോ. 5 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -3 അല്ലേ. വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ -3 എന്ന് പറഞ്ഞാൽ എന്താണ്, +3 ആണ് അല്ലേ. അപ്പോൾ LHS 3 ആയി. ഇനി RHS എന്താണ്, നമ്മളത് x - y അല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതിൽ. RHS എന്താണ്, ഇതാ y - x അല്ലേ. y പറഞ്ഞാൽ എത്ര, 8 ആണ് അല്ലേ. 8 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതാണെന്ത് 3 അല്ലേ.
8 - 5 = 3. അങ്ങനെയാണ് സിൻസ് LHS = RHS the statement is proved. Okay, then next question നോക്കിയാൽ sixth one അല്ലേ. In a rectangle the diagonal is 13 cm and one side is 12 cm. Find the length of the other side using the property of right angle triangles അല്ലേ. In a rectangle എന്താണ് diagonal 13 cm ആണ്, one side 12 ആണ്. What is find the length of the other side using property of right angle triangles. Right angle triangles വെച്ചിട്ട് എന്താക്കുക, മറ്റേ സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് പൈത്തഗോറസ് തിയറം വെച്ച് കാണുക അല്ലേ. അപ്പം നമുക്കറിയാം എന്താണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടിയിട്ട് x = 5 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്, 7th question ആണ് കേട്ടോ. A 10-meter long string is cut into 2 pieces in the ratio 2:3. Find the length of the longer piece. എന്താണ്, ഒരു 10 മീറ്റർ ലോങ് സ്ട്രിങ് എന്താണ് 2 പീസാക്കി കട്ട് ചെയ്തു. അത് 2:3 ഉള്ള ഇതിലാണ് അല്ലേ. അങ്ങനെയാണ് ലെങ്ത് ഓഫ് ദ ലോങ്ങർ പീസ്. ലോങ്ങർ പീസ് ഏതാണ്, 3 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് റേഷ്യോ എന്താ ചെയ്യേണ്ടത്, റേഷ്യോ പ്ലസ് ചെയ്ത് ഇതാക്കണം അല്ലേ. അപ്പോൾ റേഷ്യോ എത്രയാണ്, 2:3. ടോട്ടൽ പാർട്സ് എത്രയാണ്, 2 + 3 = 5 അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് ദ ലോങ്ങർ പീസ് എന്ന് പറയുമ്പോൾ എന്താണ് 3 അല്ലേ. അപ്പോൾ 3/3 ടോട്ടൽ അല്ലേ, ഇൻറ്റു നമുക്ക് തന്ന എത്രയാണ് 10 മീറ്റർ അല്ലേ, അപ്പോൾ ഇൻറ്റു 10 അല്ലേ. അപ്പോൾ ഇത് ആൻസറേഷൻ ചെയ്താൽ എന്ത് കിട്ടും, 3 × 2 6 മീറ്റർ എന്ന് കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ സം 1/5 + 1/5² + 1/5³ എത്രയാണ്, ഇതാ എത്ര 0.248 അല്ലേ. എങ്ങനെയാണ് 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.21 അല്ലേ. 5നെ എന്താണ് 10 അല്ലെങ്കിൽ 10 ആക്കാൻ കഴിയില്ല 100 ആക്കുക, അല്ലെങ്കിൽ 100 ആക്കാൻ കഴിയില്ല 1000 ആക്കുക അല്ലേ. അങ്ങനെ ആക്കി നമുക്ക് വേഗം ഡെസിമൽ പോയിന്റ് കിട്ടും അല്ലേ. ഇനി 1/25ന് നമുക്ക് എന്താക്കുക, 5² എന്ന് പറഞ്ഞാൽ 1/25 അല്ലേ. 5² എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 1/5² എന്ന് പറഞ്ഞാൽ 1/25. അപ്പോൾ 4/100 എന്ന് എടുക്കുക അല്ലേ. 25ന് എന്താ ഇൻറ്റു ചെയ്താൽ 10 കിട്ടുക ഇല്ല. 25നോട് എന്ത് ഇൻറ്റു ചെയ്താൽ 100 കിട്ടും, 4 അല്ലേ. അപ്പോൾ മുകളിലും താഴത്തും 4 മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 4/25 × 4 അല്ലേ. അപ്പോൾ 4/100 അപ്പോൾ 0.04. ഇനി 1/25ന് അതേപോലെ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, എല്ലാം കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0.248. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, സെക്ഷൻ സി ആണ് കേട്ടോ. ദിസ് സെക്ഷൻ ഹാസ് 4 questions of scores 3 each. എ ബേർഡ് ഫ്ലോക്ക് പ്രോബ്ലം. Twice our number plus half of us plus a quarter of us plus 1 = 100. Write the algebraic equations of this statement taking the numbers of birds x. Solve for x. Xന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ twice our number എന്താണ്, twice our number ഞങ്ങളുടെ നമ്പറിൻ്റെ 2 ഇരട്ടി. എന്നിട്ട് എന്താ, പ്ലസ് ഹാഫ് ഓഫ് എസ് എത്രയാണ്, എന്നിട്ട് എന്താക്കുക, പ്ലസ് ഹാഫ് ഓഫ് എസ് ഞങ്ങളെ പകുതിൻ്റെ ഇതിനോട് പ്ലസ് ചെയ്യുക. പിന്നെ പ്ലസ് എ ക്വാർട്ടർ ഓഫ് എസ്, പിന്നെ ഞങ്ങളെ ക്വാർട്ടറിനോട് പ്ലസ് ചെയ്യുക. പ്ലസ് 1 = എത്രയാണ്, 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, twice our number എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അറിയാത്ത നമ്പറിനെ ലെറ്റ് x be a നമ്പർ എന്ന് കൊടുക്കുക കേട്ടോ. എന്താണ് ബേർഡിൻ്റെ നമ്പർ അറിയില്ലല്ലോ, അപ്പോൾ x ആക്കി എടുക്കുക. ലെറ്റ് x be the number of birds ചെയ്താൽ. ഇനി twice our number അല്ല, അപ്പോൾ 2x പ്ലസ് ഹാഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ് 1/2x അല്ലേ. പ്ലസ് ക്വാർട്ടർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/4x അല്ലേ. പ്ലസ് 1 = 100. അതാണ് എന്ത്, ആൾജിബ്രിക് ഫോം ഓഫ് ഇക്വേഷൻ അല്ലേ. ഞാൻ ഇന്ന് എന്താക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നോക്കിയേ, അതാ 2x + 1/2x + 1/4x + 1 = 100 അല്ലേ. ഇനി ഇതിൽ എന്താക്കുക, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 2x പിന്നെ 1/2x എന്ന് പറഞ്ഞാൽ 0.5x, 1/4 എന്ന് പറഞ്ഞാൽ 0.25x. പിന്നെ എന്താക്കുക, ഈ 1നെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുപോയില്ലേ. അപ്പോൾ 100 - 1 99 കിട്ടി അല്ലേ. ഇനി ഈ എക്സിൻ്റെ കൂടെയുള്ള ഈ കോഫിഷ്യൻ്റൊക്കെ പ്ലസ് ചെയ്യുക. ഒക്കെ എക്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ കോഫിഷ്യൻ്റൊക്കെ പ്ലസ് ചെയ്യുക അല്ലേ. എന്നിട്ട് കൂട്ടി എഴുതുക. അപ്പോൾ 0.5 + 0.25 + 2 എത്രയാണ്, 2.75 ആണ് അല്ലേ. അപ്പോൾ 2.75 x = 99. ദെൻ നമുക്ക് എന്താക്കുക, ഇതിനെ ഇതിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താക്കുക, ഈ 2.75 അല്ലേ, ഇതിനെന്താക്കുക, ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെയും ചെയ്യുക. അല്ലെങ്കിൽ എന്താക്കുക, ഇതിനെ 11/4 എന്ന് പറഞ്ഞാൽ 2.75 അല്ലേ, അങ്ങനെയും ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, ഇതിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 36 ബേർഡ്സ് കിട്ടും കേട്ടോ. ഇനി നോക്കിയേ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക ചെയ്ത മാതിരി. അല്ലെങ്കിൽ എന്താക്കുക,
ഈ 2.75x = 99 അല്ലേ. അപ്പോൾ എക്സിനോടെ നിർത്തിയിട്ട് ഈക്വലിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുവരിക അല്ലേ. ഇൻറ്റു ഈക്വലിറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ അല്ലേ. അപ്പോൾ 99/2.75 എന്ന് കിട്ടും അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ആ താഴെ എന്താണ് ഡിനോമിനേറ്ററിൽ എന്താണ് പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് പോക്കണം. അതിനെന്താക്കണം? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കുക. 1, 2 അല്ലേ. അപ്പോൾ എന്താക്കുക? 1 ഇട്ടിട്ട് 2 0 ഇട്ടിട്ട് മുകളിലും താഴ്ത്തി ഇൻറ്റു ചെയ്യുക അല്ലേ. 100നോട് മുകളിലും താഴ്ത്തി ഇൻറ്റു ചെയ്യുക. എന്നിട്ട് എന്താക്കുക? 9900/275 എന്ന് കിട്ടും അല്ലേ. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും കേട്ടോ. 36 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. 36 ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. അല്ലെങ്കിൽ ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 48 മീറ്റർ. റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 മീറ്റർ ആണ് കേട്ടോ. ലെങ്ത് ഈസ് ട്വൈസ് ദ വിഡ്ത്ത്. ലെങ്ത്തിൻ്റെ ട്വൈസ് ദ വിഡ്ത്ത്. വിഡ്ത്തിൻ്റെ ഡബിൾ ആണ് എന്ത്? ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. ഫോം എൻ ഇക്വേഷൻ യൂസിങ് വേരിയബിൾ W ഫോർ വിഡ്ത്ത്. എന്താണ്? വിഡ്ത്തിന് നമ്മൾ W എന്നുള്ള വേരിയബിൾ കൊടുക്കുക. അപ്പം ആ ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ 48 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ ഇനി എന്താണ്? L = 2W അല്ലേ. അപ്പോൾ പെരിമീറ്റർ എത്രയാണ് തന്നത്? 48 അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? റെക്ടാങ്കിളിൻ്റെ എങ്ങനെയല്ല 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത്തിനെ L എന്നൊക്കെ എഴുതി അല്ലേ. വിഡ്ത്തിനെ വിഡ്ത്ത് എഴുതി അല്ലേ. = 48. ഇനി 2 ഇൻറ്റു ഇവിടെ നോക്കിയാൽ 2 ഇൻറ്റു എല്ലിൻ്റെ പകരം എന്താക്കി? നമ്മൾ ഈ TW എഴുതിയിട്ട് അല്ല ഇവിടെ. ഇപ്പോൾ 2 ഇൻറ്റു 2W പ്ലസ് W ഈ W തന്നെ അല്ലേ. അപ്പോൾ 2W പ്ലസ് W എന്ന് പറഞ്ഞാൽ എത്ര? 3W. 2 ഇൻറ്റു 3W എന്ന് പറഞ്ഞാൽ എത്ര? 6W അല്ലേ. = 48. അപ്പോൾ 6W = 48. ഈ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക? 6W. ഇതിൽ W എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ W = 48/6 എത്ര? 8 കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്? L = വിഡ്ത്ത് = 8 എന്ന് കിട്ടി. ഇനി എന്താണ്? L = 2W അല്ലേ. അപ്പോൾ L = 2 ഇൻറ്റു വിഡ്ത്ത് 8 അല്ലേ. 2 ഇൻറ്റു 8 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിഡ്ത്ത് 8ഉം കിട്ടി, ലെങ്ത്ത് 16ഉം കിട്ടി അല്ലേ. നെക്സ്റ്റ് ഏരിയ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. അപ്പോൾ 60 ഇൻറ്റു 8 അല്ലേ. 60 ഇൻറ്റു 8 എത്രയാണ്? 128 m². അപ്പോൾ അതും കിട്ടിയല്ലോ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഡ്രോ എ കോഡ് ലെങ്ത് 4. കൺസ്ട്രക്ട് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് കോഡ്. ദസ് ഇറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ. വെരിഫൈ ബൈ മെഷർമെൻറ്റ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഒരു 3 റേഡിയസ് വെച്ചിട്ട് എന്താണ് സർക്കിൾ വരയ്ക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക? 4 cm ഒരു കോഡും വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? ഈ ലെങ്ത്തിൻ്റെ ആ കോഡ് ഉണ്ടല്ലോ, ആ കോഡിൻ്റെ അവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സെൻറ്ററിലൂടെയാണോ ചോദിച്ചു അല്ലേ. അപ്പോൾ സെൻറ്ററിലൂടെയാണ് അല്ലേ. അപ്പോൾ എങ്ങനെ വരയ്ക്കേണ്ടത്? ആദ്യം സർക്കിൾ വരയ്ക്കുക 3 റേഡിയസ് സെൻറ്റിമീറ്റർ വെച്ചിട്ട്. ദെൻ കോഡ് വരയ്ക്കുക 4 cm. പിന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക? നമുക്കിപ്പം ടീച്ചർ കാണിച്ചാൽ ഇതിപ്പോൾ സർക്കിളാണ് വിചാരിച്ചത്. 3 cm സർക്കിൾ അല്ലേ. ഇനി എന്താക്കുക? 4 cm എന്താക്കുക? ഒരു ലൈൻ വരയ്ക്കുക. കോഡ് വരയ്ക്കുക. 4 cm ഒരു കോഡ് വരയ്ക്കുക. ഇനി എന്താക്കുക? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഇതിൻ്റെ പകുതിയിലേറെ എന്താക്കുക? കോമ്പോസിറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് കുത്തിയിട്ട് എന്താക്കുക? ഒരു ആർക്ക് ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. ഓക്കെ. ഇനി ഇവിടുന്ന് അതേപോലെ എന്താക്കുക? ഇങ്ങോട്ട് കോമ്പസ് പിടിച്ചിട്ട് എന്താണ്? ഇവിടുന്ന് കട്ട് ചെയ്യുക, അതുപോലെ ഇവിടെയും കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഈ ജോയിൻറ്റ് ചെയ്തിട്ട് എന്താക്കുക? സ്ട്രെയിറ്റ് ഇതിലൂടെ പാസ് ചെയ്യുക അല്ലേ. ഇതിലൂടെ അങ്ങോട്ട് പോവുക. ഇത് ജോയിൻ ചെയ്ത് അവിടെ ഉണ്ടല്ലോ, ഈ രണ്ടിൻ്റെ ഇടയിലുള്ള നമ്പറിലൂടെ പാസ് ചെയ്യുക അല്ലേ. എന്നിട്ട് അതെന്താ? സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അല്ലേ. അപ്പോൾ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണല്ലേ. അപ്പോൾ ബൈസെക്ടർ ലൈൻ വിൽ പാസസ് ത്രൂ ദ സെൻറ്റർ പോയിന്റ് അല്ലേ. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന പറഞ്ഞത്. ബൈസെക്ടർ ഇങ്ങനെ വരയ്ക്കേണ്ടത് കേട്ടോ. അറിയാലോ. ദെൻ നെക്സ്റ്റ് എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? ഇൻ ട്രയാങ്കിൾ ABCD is a point on BC such that BD is to DC is equal to 3:2. If the area of triangle ABD is 30 cm², what is the area of a triangle ADC? What is the ratio of the area triangle ABD to the area of the whole triangle ABC? അപ്പോൾ എന്താണ്? ട്രയാങ്കിൾ ABCയിൽ D എന്ന് പറഞ്ഞ പോയിന്റ് BCയിലുള്ള പോയിൻ്റാണ് എന്ത്? D. ഓക്കെ. സച്ച് ദാറ്റ് എന്താണ്? BD is to DC എത്രയാണ്? 3:2 എന്ന് പറഞ്ഞു അല്ലേ.
ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ഈസ് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി സി? എ ഡി സിൻ്റെ ട്രയാങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ടു ദ ഏരിയ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ എ ബി സി? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഏരിയ എന്താണ്? ഏരിയ എ ഡി സി പറയുമ്പോൾ റേഷ്യോ ഓഫ് ഏരിയ ഈക്വൽ ടു റേഷ്യോ ഓഫ് ബേസസ്. നിങ്ങൾ ആ ചിത്രമൊക്കെ വരച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് എന്താണ് ഏരിയ എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡി ഈസ് ടു ഏരിയ ട്രയാങ്കിൾ എ ഡി സി എത്രയാണ്? 3:2 ആണ് അല്ലേ. പിന്നെ 30 ബൈ എന്താണ് ഏരിയ എ ഡി സി തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ എത്രയും തന്നില്ല, എ ബി ഡിൻ്റെ 30 തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇനി എ ഡി സി ഈക്വൽ ടു 3/2 അല്ലേ. ഇനി എ ഡി സി കണ്ടുപിടിക്കുക എത്രയാണ്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് എന്താക്കുക 20 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും കേട്ടോ. ഇനി മൊത്തത്തിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? ഏരിയ ഓഫ് എ ബി സി പറയുമ്പോൾ എന്താണ്? 30 + 20 ആണ് അല്ലേ. അപ്പോൾ 50. അപ്പോൾ റേഷ്യോ 30:50 3:5 ആണ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ? 2 angles of a triangle are in the ratio 2:3. Third angle 80 degree. What is the measures of other 2 angles? ട്രയാങ്കിളിൻ്റെ 2 ആംഗിളിൻ്റെ റേഷ്യോ 2:3 എന്ന് പറഞ്ഞിട്ടില്ല. തേർഡ് ആംഗിൾ 80 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് അതർ 2 ആംഗിൾ എന്താ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 2x + 3x + 80 = 180 കൊടുക്കുക. ഇനി എന്താക്കുക? 2x + 3x എത്രയാണ്? 5x. 5x = 180 - 80 അല്ലേ. 80 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് 180 - 80 ആയി അല്ലേ. അപ്പോൾ 5x = 100 കിട്ടും. x = 100/5 അല്ലേ. 100/5 എന്ന് പറഞ്ഞാൽ എത്ര? 20. അപ്പം 2 × 20 എത്രയാണ്? 40യും 3 × 20 60. ഒന്ന് 40യും ഒന്ന് 60യും ഒന്ന് 80 ആയിരിക്കും അല്ലേ. അല്ലേ. ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ 40യും 60യാണ് മറ്റേ 2 ആംഗിൾസ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? റൈറ്റ് ദ ഫ്രാക്ഷൻ 3/11 ഇൻ എ ഡെസിമൽ ഫോം. ഐഡൻറ്റിഫൈ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡിജിറ്റ്. എന്താണ് 3/11ൻ്റെ ഡെസിമൽ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് 0.2727 എക്സെട്ര അല്ലേ. ഡിവൈഡ് 3/11. 30 / 11 = 2 അല്ലേ. ഇതെന്താണ് 80 / 11 7 മൈനസ് ഇത് അല്ലേ. ഡെസിമൽ 2.2727 എക്സെട്ര. റിപ്പീറ്റിംഗ് ബ്ലോക്ക് 27 അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? സെക്ഷൻ ഡി ആണ് കേട്ടോ. നോക്കൂ. The section has 4 questions, score 4 each കേട്ടോ. Draw a triangle with a side 5 cm, 6 cm and 7 cm. Construct its circumcircle. Measure the circumradius. Distance from circumcenter to a vertex. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 5 cm, 6 cm, 7 cm കേട്ടോ. എന്നിട്ട് അതിൻ്റെ സർക്കംസർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വരച്ചൂടെ? സാധാരണ നമ്മൾ വരയ്ക്കുന്നില്ലേ, 3 സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. അവിടെ ഒരു സൈഡ് എടുത്ത് നമ്മളെന്താക്കുക ലൈൻ ഇത് വരയ്ക്കുക. എന്ത് ബേസ് വരയ്ക്കുക ആദ്യം. ആദ്യം എന്താക്കുക ഒരു ബേസ് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക ഇതിപ്പോൾ 5 cm എടുക്കുന്നെങ്കിൽ ഇവിടെ 5 cm എഴുതുക. 6 cm കോമ്പസ് കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് എന്താ ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ദെൻ അടുത്തെന്താ 7 cm ആക്കിയിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുക അല്ലേ. എന്നിട്ട് അളവുകളൊക്കെ എഴുതുക കേട്ടോ. എന്നിട്ട് എന്താക്കുക ഈ വെർട്ടെക്സിൽ കറക്റ്റായിട്ട് ഇതാക്കിയിട്ട് എന്താക്കുക ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അതെങ്ങനെ വരയ്ക്കേണ്ടത്? നിങ്ങൾ ഇവിടുന്ന് ബൈസെക്ടർ എടുത്ത് വരയ്ക്കണം. ഇവിടുന്ന് ബൈസെക്ടർ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് ഈ കൂട്ടിമുട്ടുന്ന സ്ഥലം സെൻറ്റർ ആക്കിയിട്ട് സർക്കിളായിട്ട് വരയ്ക്കുക കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? Draw a line segment PQ = 7 cm. Without using ruler to measure, find the point R on PQ such that PR is to RQ 3:4. Using the concept of bisector having repeatedly, divide the line into 2 equal parts. അപ്പോൾ PQ 7 cm ആണ് കേട്ടോ. ഇനി റൂളർ വയ്യാതെ നിങ്ങൾ മെഷർ ചെയ്യുക. പോയിന്റ് 6 ഓൺ PQ. PQയിലുള്ള പോയിൻ്റാണ് ഇത് 6. ഇപ്പോൾ PR = RQ = 3.4 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആറിൻ്റെ പോയിന്റ് അല്ലേ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെഷർ ചെയ്യാതെ എന്താണ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലേ. ആദ്യം PQ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക പിയിൽ നിന്ന് എന്താക്കുക ഒരു റേ വരയ്ക്കുക. പിന്നെ എന്താണ് 3 + 4 7 എന്താക്കുക ഈക്വൽ ആർക്ക് ഓൺ ദ റേ അല്ലേ. പിന്നെ ജോയിൻ ദ ലാസ്റ്റ് പോയിന്റ് Q. പിന്നെ പോയിന്റ് ടു Q. ഡ്രോ എ പാരലൽ ലൈൻ ഫ്രം ദ തേർഡ് മാർക്ക് ഇന്റർസെക്ട് PQ at R. R റിവേഴ്സ് PQ in 3:4. ദെൻ നെക്സ്റ്റ് എന്താണ്? 14th question ആണ്. An object thrown upwards if its speed v at a time t is given by v = 39.2 minus 9.8 t. What is the speed at t is equal to 2 seconds? At what time t will the speed be 0?
വാട്ട് ഇസ് ദ സ്പീഡ് അറ്റ് t equal to 5 സെക്കൻഡ്. വാട്ട് ഡസ് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇതാ ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചെയ്യട്ടെ. 90.6 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അടുത്തത് എന്താണ്? 4 സെക്കൻഡ് കിട്ടും. പിന്നെ വെലോസിറ്റി എന്താണ് ഇവിടെ കിട്ടുന്നത്? -9.8 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്സ് ആണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങൾ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ആൻഡ് റോംബസ് വിത്ത് ഡയഗണൽ 6 cm and 8 cm. റോംബസ് വരയ്ക്കുക. പ്രൂവ് ദാറ്റ് ദ 4 triangle formed by the diagonal are congruent right angle triangle. Calculate the perimeter of the rhombus. ഇനി എന്താണ്? റോംബസ് വരയ്ക്കുക. ഡയഗണൽ ബൈസെക്ട് ചെയ്ത് 90 ഡിഗ്രി കേട്ടോ. പിന്നെ ഡയഗണൽ കട്ട് ഇൻറ്റു 4 triangles വിത്ത് എന്താണ് 3 cm and 4 cm ഓൾ ഹാവ് ഇൻക്ലൂഡഡ് ആംഗിൾ 90 ഡിഗ്രി ആൻഡ് ഈക്വൽ ലെഗ്സ് എത്രയാണ്? ബൈ സേസ് അല്ലേ. ദേ ആർ കോൺഗ്രുവൻറ്റ്. ഹൈപ്പോട്ടന്യൂസ് സൈഡ് ഓഫ് റോംബസ് ഇസ് ഈക്വൽ ടു റൂട്ട് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 5 cm. പെരിമീറ്റർ എത്രയാണ്? 4 × 5 ഈക്വൽ ടു 20 cm ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ ആൻ ആംഗിൾ 75 ഡിഗ്രി യൂസിങ് എ റൂളർ ആൻഡ് കോമ്പസ്. Construct 60 degree and bisect the remaining 30 degree between 60 and 90 or add 50 to 60 degree. അപ്പോൾ നോക്കിയേ എന്താണ്? ഡ്രോ ലൈൻ വരയ്ക്കുക. കൺസ്ട്രക്ഷൻ 90 ഡിഗ്രി 60 ഡിഗ്രി അറ്റ് ദ സെയിം പോയിന്റ് കേട്ടോ. ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ 60 ഡിഗ്രി ആൻഡ് 90 വിച്ച് ഈസ് 30 ഡിഗ്രി ടു ഗെറ്റ് 50 ഡിഗ്രി. 60 + 50 എത്രയാണ്? 75. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇൻ എ മിക്സ്ചർ ഓഫ് 6 liters ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ 2:1. How much water must be added to make the ratio 1:2? പിന്നെ if instead of water milk is added to the original mixture to make the ratio 3:1, how much milk is needed? അപ്പോൾ നോക്കൂ 16th അല്ലേ. കറണ്ട് മിക്സ് ടോട്ടൽ 60 ലിറ്റർ ആണ്. റേഷ്യോ 2:1. മിൽക്ക് 2/3 × 60 40 ലിറ്റർ. വാട്ടർ 20 ലിറ്റർ അല്ലേ. ന്യൂ റേഷ്യോ 1:2. മിൽക്ക് സ്റ്റേസ് 40 ലിറ്റർ 40:W. ന്യൂ ഈക്വൽ ടു 1:2 അല്ലേ. അപ്പോൾ W ഈക്വൽ ടു 80 ലിറ്റർ. ആഡഡ് വാട്ടർ എത്രയാണ്? 80 - 20 60 ലിറ്റർ ആണ്. ഇനി ന്യൂ റേഷ്യോ 3:1 ആണ്. വാട്ടർ സ്റ്റേസ് 20 ലിറ്റർ. പിന്നെ എന്താണ്? ന്യൂ ലൈസ് ടു 20 3:1 അല്ലേ. ന്യൂ എത്രയാണ്? 60 ലിറ്റർ. ആഡഡ് മിൽക്ക് അല്ലേ. അപ്പോൾ 60 - 40 ഈക്വൽ ടു 20 ലിറ്റേഴ്സ്. Then the ratio of the length and the breadth of regular plot 5:3. A path of 2 meter wide runs all around outside the plot. If the length of the inner plot is 5x, what is the length of the outer boundary in terms of x? If the perimeter of the inner plot is 160 meters, find the dimension of the inner plot. Find the ratio of the perimeter of the inner plot to the perimeter of the outer boundary. അപ്പോൾ എങ്ങനെ നമുക്ക് ആൻസർ കിട്ടുക? The outer length 5x plus 2 plus 2 is equal to 5x plus 4 അല്ലേ. ഇന്നർ പെരിമീറ്റർ 2 × 5x plus 3x is equal to 160. അപ്പോൾ 5 + 3 എന്ന് പറഞ്ഞാൽ 8x അല്ലേ. 2 × 8x എന്ന് പറഞ്ഞാൽ 16x is equal to 160. x is equal to 160/16 എത്രയാണ്? 10 അല്ലേ. ഇന്നർ ഡയമെൻഷൻ 50 മീറ്റർ ആൻഡ് 30 മീറ്റർ. ഇനി ഔട്ടർ ഡയമെൻഷൻ 15 + 4 is equal to 54 ആണ്. 30 + 4 is equal to 34. ഔട്ടർ പെരിമീറ്റർ 2 × 54 + 34 176 അല്ലേ. റേഷ്യോ 160:176 ഈക്വൽ ടു എത്രയാണ്? 10:11. അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായി ചാപ്റ്ററൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താക്കുക? ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.